എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് 2 എണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൽ വെള്ളം പോലെ ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിൽ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിത് പിഴിയാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ശരിക്കൊരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സബോള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട, അത് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. അത് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ട് ഒന്നുകൂടി ഒന്ന് കട്ടിയാവണം. അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് അതിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ഭാഗവും നന്നായി മൊരിയിച്ചെടുക്കാം. നമ്മൾ ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഉള്ളിക്ക് പകരം ഇവിടെ പൊട്ടറ്റോ യൂസ് ചെയ്യണോ, പിന്നെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് മറ്റേ ഭാഗത്തേക്ക് കൂടി മറിച്ചെടുക്കാം. നമ്മൾ ഉള്ളി ബജി തയ്യാറാക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടാൻ പറ്റില്ല. ഇത് കുറച്ച് കട്ടി കുറവാണ്. അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി വരുന്നില്ല, കാരണം പൊട്ടറ്റോ അല്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പിടുത്തം വരില്ല. അപ്പോൾ നമ്മൾ ആ മറ്റേ ഭാഗം കൂടി നന്നായി ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്